guys, it's me, MS Solutions, and it's me, Anshul from MS Solutions. ഇനി എന്തിന് വേറെ സൊല്യൂഷൻസ്. എൻ്റെ പ്രിയപ്പെട്ട +2 വിദ്യാർത്ഥികളെ, ഇതാ നിങ്ങൾ രാവിലെ എക്സാം എഴുതാൻ വേണ്ടി പ്രിപ്പയർ ചെയ്യുകയാണെന്ന് അറിയാം, അല്ലെങ്കിൽ നിങ്ങൾ ഉറങ്ങിയിരിക്കും. എന്തായാലും MS-ന്റെ പ്രഡിഷൻ +2 എവിടെ എന്ന് ചോദിച്ചിട്ട് കുറേ നേരെ. അതെ. അപ്പോൾ തീർച്ചയായിട്ടും നാളത്തെ ക്രിസ്മസ് എക്സാമിന് വരാൻ ചാൻസ് ഉള്ള കെമിസ്ട്രിയിലെ പക്ക പ്രഡിക്ഷൻ ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് ഞങ്ങൾ വിട്ടുതരുന്നത്. തീർച്ചയായിട്ടും ഈ വീഡിയോയുടെ ലൈക്ക് ബട്ടൺ ഒന്ന് ലൈക്ക് ചെയ്യുക. രണ്ടാമത്തത്, ഈ വീഡിയോ മാക്സിമം നിങ്ങൾ ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്തിട്ട് അവരോട് പറയുക, എടാ ഈ വീഡിയോയിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് പഠിച്ചു പോയിക്കോ, നിനക്ക് ഉപകാരപ്പെടും എന്ന് പറഞ്ഞാൽ മാത്രം മതി. അവരോട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയാം കേട്ടോ. ഇനി +2മായി ബന്ധപ്പെട്ട ലേറ്റസ്റ്റ് അപ്ഡേറ്റുകൾ കിട്ടാൻ വേണ്ടിയിട്ട് +2വിന് മാത്രമുള്ള ഒരു വാട്സപ്പ് ചാനലുണ്ട്, അത് ഫോളോ ചെയ്യാൻ മറക്കല്ലേ. ഓക്കെ, സോ തീർച്ചയായിട്ടും നമ്മൾ പ്രൊഡിക്ഷനിലേക്ക് എടുക്കല്ലേ സാറേ? യെസ്, ഇതാ നിങ്ങൾക്ക് അൻഷി സാറ് പക്ക പ്രൊഡിക്ഷൻ ഓരോ ക്വസ്റ്റ്യൻസും കറക്റ്റ് പറഞ്ഞു തരികയാണ് കേട്ടോ. യെസ് സാർ. ഓക്കെ, ഞാൻ ടൈം വേസ്റ്റ് ചെയ്യുന്നില്ല, കാരണം നാളത്തെ എക്സാമിന് നമ്മൾ പോകുന്ന സമയത്ത് എന്താണ് ചോദ്യം, എന്താണ് അവിടുത്തെ കോൺസെപ്റ്റ്, നിങ്ങൾ അവിടെ കൊടുക്കേണ്ട ഉത്തരം എന്താണെന്ന് കൃത്യമായിട്ട് നമ്മളിവിടെ പറയാൻ വേണ്ടി പോവാണ്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് വരാം. നാളത്തെ എക്സാമിലേക്ക് നിങ്ങൾ പോകുമ്പോൾ നിങ്ങളെ കാത്തിരിക്കുന്നത് ഈ ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും. ഓക്കെ, സോ നിങ്ങൾ ഓർഗാനിക്കിലെ ചോദ്യങ്ങൾക്കാണ് കൂടുതൽ വെയിറ്റേജ് ഞാൻ കൊടുക്കുന്നത്. എപ്പോഴും നമുക്ക് വെയിറ്റേജ് കൂടുതലുള്ളതും ഓർഗാനിക്കിലെ ചാപ്റ്റേഴ്സ് ആണ്. ആലോ ആൽക്കീൻസ്, ആലോ ഹരീൻസ്, ആൽക്കോൾസ്, ഫീനോൾസ്, അതുപോലെ തന്നെ ആൽഡിഹൈഡ്, കീറ്റോൺസ്, കാർബോസിലിക് ആസിഡ്. ഈ 3 ചാപ്റ്ററിനെ കുറിച്ചും വ്യക്തമായ ബോധ്യം നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരിക്കണം. സോ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വരാൻ ചാൻസ് ഉള്ള നാളെ എക്സാമിലേക്ക് നിങ്ങൾ പോകുമ്പോൾ ആ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ കാണുന്ന സമയത്ത് നിങ്ങളെ കാത്തിരിക്കുന്ന ഒരു ചോദ്യം ഇതായിരിക്കും: ദ പ്രസൻസ് ഓഫ് ലൈറ്റ്, ദ ക്ലോറോഫോം ഈസ് സ്ലോലി ഓക്സിഡൈസ്ഡ് ബൈ എയർ ടു ഫോം ആൻ എക്സ്ട്രീംലി പോയിസണസ് ഗ്യാസ്. ഓക്കെ, എടാ ക്ലോറോഫോം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ആളാണ്. എന്താ ക്ലോറോഫോം എന്ന് പറഞ്ഞാൽ CHCl3 ആണ്. ആ ക്ലോറോഫോം നമ്മൾ കീപ്പ് ചെയ്യുന്നത് ഡാർക്ക് ലൈറ്റിലാണ്. സോ അല്ലെങ്കിൽ അവിടെ എയറും അതുപോലെ തന്നെ ലൈറ്റും പ്രസന്റ് ആവില്ല. ക്ലോറോഫോം എയറുമായിട്ട് റിയാക്ട് ചെയ്താൽ അവിടെ ഫോസ്ജീൻ എന്ന് പറയുന്ന ഒരു പോയിസണസ് ഗ്യാസ് അവിടെ ഫോം ചെയ്യും. ഈ റിയാക്ഷൻ നിങ്ങൾ പഠിക്കണം, ആ ഗ്യാസിന്റെ പേര് നിങ്ങൾ പഠിക്കണം, ക്ലോറോഫോമിന്റെ സ്ട്രക്ചർ നിങ്ങൾ പഠിക്കണം. ക്ലോറോഫോം ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ അവിടെ ഫോസ്ജീൻ ഫോം ചെയ്യും. ഓക്കെ, സോ അടുത്ത ക്വസ്റ്റ്യൻ. നാളത്തെ എക്സാമുകളിൽ നിങ്ങൾ പോകുമ്പോൾ ഒരു ക്വസ്റ്റ്യൻ ഇവിടെ ഷുവറാണ്. സോ നിങ്ങളുടെ ക്രിസ്മസ് എക്സാമിന് നിങ്ങൾ കാത്തിരിക്കുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് ഞാനിവിടെ പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ക്രിസ്മസ് എക്സാം 2024 നിങ്ങളെ കാത്തിരിക്കുന്ന ആ ചോദ്യത്തിലേക്ക് നമുക്ക് വരാം. ഓക്കെ, സോ ഇവിടെ 3 ക്വസ്റ്റ്യൻസ് ഞാൻ പറയുന്നുണ്ട്. ഒന്ന്, റൈറ്റ് ദ റിയാക്ഷൻ ഓഫ് ഈഥൈൽ ബ്രോമൈഡ് വിത്ത് ദി ഫോളോയിങ് റിയേജന്റ്. ഒന്നാമത്തെ റിയേജന്റ് ആൽക്കഹോളിക് KOH ആണ്. രണ്ടാമത്തെ റിയേജന്റ് KCN ആണ്. മൂന്നാമത്തെ റിയേജന്റ് അവിടെ AgCN ആണ്. MS സൊല്യൂഷൻ പ്രൊഡിക്റ്റ് ചെയ്യുന്നു നാളത്തെ എക്സാമിനേഷന് നിങ്ങളെ കാത്തിരിക്കുന്ന ആ കോൺസെപ്റ്റുകൾ, ആ ചോദ്യങ്ങൾ ഈ 2 പേരാണ്. സോ എല്ലാവരും RCNന്റെയും അതുപോലെ തന്നെ AgCNന്റെയും അല്ലെങ്കിൽ KCNന്റെയും AgCNന്റെയും റിയാക്ഷൻ കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. ഓക്കെ, എടാ ഏതെങ്കിലും ഒരു RX ഗ്രൂപ്പ്, ഏത് ഹാലോ ആൽക്കീൻ ആയിക്കോട്ടെ, അതിൻ്റെ കൂടെ KCN റിയാക്ട് ചെയ്യുന്ന സമയത്ത് അവിടെ ഫോം ചെയ്യുന്ന പ്രൊഡക്റ്റ് RCN ആണ്. കാർബൺ ആയിരിക്കും അവിടെ ആൽക്കൈൽ ഗ്രൂപ്പുമായിട്ട് ബോണ്ട് അവിടെ ഫോം ചെയ്യുന്നത്. ഇനി ഇതേ കോൺസെപ്റ്റ് ആണ് RX എന്ന് പറയുന്ന ആള് AgCNുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ അവിടെ ഫോം ചെയ്യുന്ന പ്രൊഡക്റ്റ് RNC ആണ്. ഓക്കെ, ആ വ്യത്യാസം നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഈ 2 പോയിന്റുകൾ നിങ്ങൾ ഓർത്തു വെക്കണം. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാൻ സമയം കളയുന്നില്ല. ഐഡന്റിഫൈ ദി മേജർ പ്രൊഡക്റ്റ് ആൻഡ് മൈനർ പ്രൊഡക്റ്റ് ഒബ്റ്റെയിൻ ബിറ്റ്വീൻ ദി റിയാക്ഷൻ ഓഫ് 2 ബ്രോമോബ്യൂട്ടൈൻ ആൻഡ് ആൽക്കഹോളിക് KOH. Name and state the rule behind the formation of product. ഓക്കെ, എടാ നാളത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങളെ കാത്തിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. എടാ ആൽക്കഹോളിക് KOHന്റെ ഏത് റിയാക്ഷൻ പറഞ്ഞാലും, അല്ലെങ്കിൽ ഹാലോ ആൽക്കീൻസും ആൽക്കഹോളിക് KOHും തമ്മിലുള്ള ഏതൊരു റിയാക്ഷൻ പറഞ്ഞാലും നിങ്ങൾ അവിടെ ഓർക്കേണ്ട പോയിന്റ് നമ്മളുടെ സൈഡ്സ് ഓഫ് റൂൾ ആണ്. നാളത്തെ എക്സാമിന് നിർബന്ധമായിട്ടും നിങ്ങൾ കാണുന്ന ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് ഈ റൂള് സ്റ്റേറ്റ് ചെയ്യാൻ വേണ്ടി ചോദിക്കും. ഈ റിയാക്ഷൻ ചോദിച്ചേക്കാം. അതുപോലെ തന്നെ ഈ റിയാക്ഷനുമായി ബന്ധപ്പെട്ട ഈ റൂൾ എല്ലാവരും കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. സോ MS സൊല്യൂഷൻസ് വീണ്ടും നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുന്നു നിങ്ങളെ കാത്തിരിക്കുന്ന ഒരു തിയറി ക്വസ്റ്റ്യൻ, അത് സൈസ് ഓഫ് റൂൾ ആണ്. അതുമായി ബന്ധപ്പെട്ട പ്രോബ്ലം ചോദിക്കാം. നിർബന്ധമായിട്ടും ആ പ്രോബ്ലം വന്നാൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് അവിടെ സൈഡ്സ് ഓഫ് റൂള് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. ക്ലിയർ?
സോ നമ്മൾ നേരെ അടുത്ത റിയാക്ഷനിലേക്ക് പോകാൻ വേണ്ടി പോവാണ്. SN1 SN2 റിയാക്ഷൻ എല്ലാവരും പഠിച്ചു വെക്കണം. അതിന്റെ ഡിസ്റ്റിംഗ്വിഷ് ചെയ്യുന്ന രണ്ട് ടേമുകൾ എന്താണ് SN1 എന്താണ് SN2 എന്നുള്ള കാര്യം എല്ലാവരും ഓർത്ത് വെക്കണം. എടാ SN2 റിയാക്ഷൻ ആണെങ്കിൽ അവിടെ മോർ റിയാക്റ്റീവ് ആവുന്നത് പ്രൈമറി ഗ്രൂപ്പാണ്, അതിനുശേഷം അവിടെ സെക്കൻഡറി ഗ്രൂപ്പ്, അതിനുശേഷം അവിടെ ടെർഷറി ഗ്രൂപ്പ്. എടാ SN1 ആണെങ്കിൽ അവിടെ റിയാക്ട് ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ ടെർഷറി ഗ്രൂപ്പാണ്, അതിനുശേഷം സെക്കൻഡറി ഗ്രൂപ്പാണ്, അതിനുശേഷം പ്രൈമറി ഗ്രൂപ്പാണ്. സോ ഇവിടെ ഫ്ലൂറിൻ ആകാം, അല്ലെങ്കിൽ ക്ലോറിൻ ആകാം, അല്ലെങ്കിൽ ബ്രോമിൻ ആകാം. അപ്പോൾ കാർബണിന്റെ കൂടെ ഇവിടെ ഉള്ളത് ഒന്നുമില്ലെങ്കിൽ ഫ്ലൂറിൻ ആകാം, അല്ലെങ്കിൽ ക്ലോറിൻ ആകാം, അല്ലെങ്കിൽ ബ്രോമിൻ ആകാം. ഇവരാര് വന്നാലും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് SN2 റിയാക്ഷൻ ആണെങ്കിൽ അവിടെ മോർ റിയാക്റ്റീവ് ആവുന്നത് നമ്മളുടെ പ്രൈമറി ഗ്രൂപ്പാണ്. എന്താ പ്രൈമറി ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ അറ്റത്താണ് നമ്മളുടെ ക്ലോറിൻ എങ്കിൽ നമ്മൾ വിളിക്കുന്ന പേരാണ് പ്രൈമറി ഗ്രൂപ്പ്. SN2 ആണെങ്കിൽ അവിടെ പ്രൈമറി ഗ്രൂപ്പാണ് മോർ റിയാക്റ്റീവ്. എന്നാൽ SN1 ആണെങ്കിലോ അവിടെ ടെർഷറി ഗ്രൂപ്പാണ് മോർ റിയാക്റ്റീവ്. കൃത്യമായിട്ട് ഈ ക്വസ്റ്റ്യൻ മനസ്സിലാക്കണം, ഈ കോൺസെപ്റ്റ് മനസ്സിലാക്കണം. എടാ അറ്റത്താണ് ക്ലോറിൻ എങ്കിൽ അല്ലെങ്കിൽ അറ്റത്താണ് ബ്രോമിൻ എങ്കിൽ നമ്മൾ അവരെ പറയുന്ന പേരാണ് SN2 കൂടുതൽ റിയാക്ഷൻ കാണിക്കുന്ന ഗ്രൂപ്പ്, അല്ലെങ്കിൽ അവരെ നമ്മൾ പ്രൈമറി ഗ്രൂപ്പ് എന്ന് വിളിക്കും. ഓക്കെ, ക്ലിയർ? സോ നിർബന്ധമായിട്ടും നിങ്ങൾ പഠിക്കേണ്ട ചില റിയാക്ഷനെ കുറിച്ചാണ് ഞാൻ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, ഇവിടെ ഒരുപാട് റിയാക്ഷൻസ് അവർ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. എഥനോളിനെ എഥനാളാക്കി മാറ്റുന്ന റിയാക്ഷൻ ഉണ്ട്, ഫീനോളിനെ പിക്രിക് ആസിഡ് ആക്കി മാറ്റുന്ന റിയാക്ഷൻ ഉണ്ട്, ഫീനോളിനെ ബെൻസീൻ ആക്കി മാറ്റുന്ന റിയാക്ഷൻ ഉണ്ട്, ഫിനോളിനെ ട്രൈബ്രോമോ ഫിനോൾ ആക്കി മാറ്റുന്ന, നമ്മൾ ആൽക്കഹോൾസ് ഫിനോൾസിനെ കുറിച്ചാണ് ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത്. MS സൊല്യൂഷൻ പ്രൊഡക്റ്റ് ചെയ്യുന്നു. നാളെ രാവിലെ നിങ്ങളുടെ കയ്യിൽ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുന്ന സമയത്ത് നിങ്ങളെ കാത്തിരിക്കുന്ന ഈ ഭാഗത്തെ ക്വസ്റ്റ്യൻ ഏതാണ്? യെസ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോവാണ്. നിങ്ങളെ കാത്തിരിക്കുന്ന ക്വസ്റ്റ്യൻ പിക്രിക് ആസിഡിന്റെ ഫോർമേഷൻ ആണ്. നാളെ എക്സാം ഹാളിലേക്ക് നിങ്ങൾ പോകുന്ന സമയത്ത് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുന്ന സമയത്ത് ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇതുപോലൊരു ചോദ്യം നിങ്ങളെ കാത്തിരിക്കുന്നുണ്ടാവും. എന്താണ് പിക്രിക് ആസിഡ്? പിക്രിക് ആസിഡിന്റെ ഫോർമേഷൻ റിയാക്ഷൻ കൃത്യമായിട്ട് പഠിച്ചു വെച്ചോ. ഫീനോളിന്റെ കൂടെ HNO3 റിയാക്ട് ചെയ്യുമ്പോൾ വെറും HNO3 എന്ന് പറഞ്ഞാൽ പോരാ, കോൺസെൻട്രേറ്റഡ് HNO3 റിയാക്ട് ചെയ്യുമ്പോൾ അവിടെ ഫോം ചെയ്യുന്ന ഈ 2,4,6 ട്രൈനൈട്രോഫിനോളിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പിക്രിക് ആസിഡ്. അപ്പോൾ ഫിനോളിന്റെ കൂടെ കോൺസെൻട്രേറ്റഡ് HNO3 റിയാക്ട് ചെയ്യുമ്പോൾ 2,4,6 ട്രൈനൈട്രോഫിനോൾ ഫോം ചെയ്യുന്നു. നിർബന്ധമായിട്ടും നാളത്തെ നമ്മളുടെ ക്രിസ്മസ് എക്സാം 2024 നിങ്ങളെ ഈ ചോദ്യം കാത്തിരിക്കുന്നുണ്ടാവും. ഓക്കെ, നമുക്ക് വേഗം അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. എടാ നിർബന്ധമായിട്ടും നമ്മൾ ഈ ചാപ്റ്റർ പഠിക്കേണ്ട രണ്ട് റിയാക്ഷൻസ് ആണ്, റെയ്മൻ ടൈമൻ റിയാക്ഷനും അതുപോലെ തന്നെ വില്യംസൺ സിന്തസിസ് റിയാക്ഷനും. രണ്ട് റിയാക്ഷനും നിങ്ങൾ പഠിച്ചു പോകണം. എടാ ഇതിന്റെ കൂടെ ഞാൻ ഒരു റിയാക്ഷൻ കൂടി പറയാണ്, ചിലപ്പോൾ വന്നേക്കാം. ഓക്കെ, എടാ റെയ്മൻ ടൈമൻ റിയാക്ഷൻ പറയുമ്പോൾ നിങ്ങളെ മനസ്സിലേക്ക് ഓർമ്മ വരുന്ന മറ്റൊരു റിയാക്ഷൻ ആണ് കാൾബ്സ് റിയാക്ഷൻ. ഓക്കെ, കാൾബ്സ് റിയാക്ഷൻ. റെയ്മൻ ടൈമൻ റിയാക്ഷൻ പറയുമ്പോൾ അതുമായി കൂടുതൽ സാമ്യതയുള്ള മറ്റൊരു റിയാക്ഷൻ ആണ് കാൾബ്സ് റിയാക്ഷൻ. ഈ മൂന്ന് റിയാക്ഷനും ആ ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾ പഠിക്കാതെ നിങ്ങൾ പോവരുത്. സോ നാളെ നിങ്ങളെ കാത്തിരിക്കുന്നത് ഈ മൂന്ന് കോൺസെപ്റ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. സോ ആദ്യം നമുക്ക് എന്താണ് റെയ്മൻ ടൈമൻ റിയാക്ഷൻ എന്ന് നോക്കാം. എടാ കഥകളൊന്നും നിങ്ങൾ വായിക്കരുതേ, റിയാക്ഷൻ നിങ്ങൾ എഴുതിയാൽ മതി. എടാ ഫീനോൾ എന്ന് പറയുന്ന ആള്, അതിൻ്റെ കൂടെ CHCl3 ഉണ്ട്, അതുപോലെ തന്നെ NaOH ഉണ്ട്, അതിൻ്റെ കൂടെ H+ ഉണ്ട്. ഓക്കെ, ഞാൻ ഈ റിയാക്ഷനെ ചുരുക്കി പറയാം. ഫിനോളിൻ്റെ കൂടെ CHCl3, അതുപോലെ തന്നെ NaOH, അതുപോലെ തന്നെ H+ റിയാക്ട് ചെയ്യുമ്പോൾ അവിടെ സാലിസിലിക് ആസിഡ് അവിടെ അല്ലെങ്കിൽ ആൽഡിഹൈഡ് അവിടെ ഫോം ചെയ്യും. ഈ റിയാക്ഷനെ ഞാൻ സിമ്പിൾ ആക്കി എഴുതാം. ഇവിടെ ഫീനോൾ എടുക്കുന്നു. ആരാണ്? ഫീനോൾ ഒറ്റ സ്റ്റെപ്പിൽ എഴുതാട്ടോ, ഇത്രയും സ്റ്റെപ്പിൽ എഴുതേണ്ട ആവശ്യമില്ല, ട്രിക്കാണ്. ഫിനോളിന്റെ കൂടെ അവിടെ റിയാക്ട് ചെയ്യുന്നത് NaOH റിയാക്ട് ചെയ്യുന്നു. അതുപോലെ തന്നെ അതിൻ്റെ കൂടെ അവിടെ H+ റിയാക്ട് ചെയ്യുന്നു. അതിൻ്റെ കൂടെ അതോടൊപ്പം CHCl3 റിയാക്ട് ചെയ്യുന്നു. ഇങ്ങനെ റിയാക്ട് ചെയ്യുന്ന സമയത്ത് അവിടെ ഫോം ചെയ്യുന്ന ഈ കോമ്പൗണ്ടിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സാലിസിൽ ആൽഡിഹൈഡ്. ഇയാളുടെ പേരാണ് സാലിസിൽ ആൽഡിഹൈഡ്. ഇമ്പോർട്ടന്റ് ആണ്, നിങ്ങൾ പഠിച്ചു വെച്ചോ. റെയ്മൻ ടൈമൻ റിയാക്ഷൻ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ ഇയാളുടെ പേര് സാലിസിൽ ആൽഡിഹൈഡ്. എടാ നിങ്ങൾ ഈ റിയാക്ഷൻ പഠിച്ചാൽ മതി, മൊത്തം നിങ്ങൾ എഴുതി വെക്കണ്ട. അപ്പോൾ ഫിനോളിന്റെ കൂടെ ആരൊക്കെയാ റിയാക്ട് ചെയ്യുന്നത്? NaOH, H+, CHCl3. ആരവിടെ ഫോം ചെയ്യുക? സാലിസിൽ ആൽഡിഹൈഡ്. എന്താ റിയാക്ഷന്റെ പേര്? റെയ്മൻ ടൈമൻ റിയാക്ഷൻ. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്, നെയ്മഡ് റിയാക്ഷൻ ആണ്. എടാ റെയ്മൻ ടൈമൻ
റിയാക്ഷൻ പറയുമ്പോൾ അതിൻ്റെ കൂടെ നിങ്ങൾ ഓർത്ത് വെക്കേണ്ട റിയാക്ഷനാണ് കോൾബ്സ് റിയാക്ഷൻ. ഓക്കെ, സോ കോൾബ്സ് റിയാക്ഷനും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. യെസ്, കോൾബ്സ് റിയാക്ഷൻ സ്പെല്ലിംഗ് തെറ്റിയിട്ടില്ലല്ലോ. യെസ്, ഇവിടെ മാറിപ്പോയില്ലേ, കോൾബ്സ് റിയാക്ഷൻ ഇവിടെ മാറിപ്പോയി. ഓക്കെ, ക്ലിയർ, ചെറിയ വ്യത്യാസം വന്നേ, ആവേശം കൊണ്ട് മാറിപ്പോയതാണ്. യെസ്, കോൾബ്സ് റിയാക്ഷൻ, ഉറക്കം വന്നത് കൊണ്ട് കൂടിയാണ് കേട്ടോ. ഓക്കെ, കോൾബ്സ് റിയാക്ഷൻ. ഓക്കെ, സോ ഇവിടെ നമ്മൾ ഓർത്തിരിക്കേണ്ട പ്രധാനപ്പെട്ട റിയാക്ഷനാണ് കോൾബ്സ് റിയാക്ഷൻ. തെറ്റിക്കരുത്. എടാ, അവിടെ എടുത്ത അതേ ഫിനോളിനെ ഇവിടെ എടുക്കുക. ആരാണ് നമ്മൾ അവിടെ എടുത്ത അതേ ഫിനോളിനെ, ഒരു വ്യത്യാസമല്ല. അയ്യോ, സ്ക്വയർ അല്ല, 0. അതേ ഫീനോൾ എടുത്തു. എടാ, രണ്ടിടത്തും ഒരേ ആളാ റിയാക്ട് ചെയ്യുന്നത്, ഫീനോൾ. എടാ, രണ്ടിടത്തും എടുക്കുന്ന റിയേജന്റും സെയിം ആണ്. ഇവിടെയും NaOH വേണം, അവിടെ ഇവിടെ എന്ത് വേണം? NaOH വേണം. രണ്ടിടത്തും H+ വേണം. എന്നാൽ ഇവിടെ CHCl3ക്ക് പകരം നമ്മൾ എടുക്കുന്നത് CO2 ആണ്, കാർബൺ ഡയോക്സൈഡ് ആണ്. എന്താണ് റെയ്മണ്ട് ടൈമർ റിയാക്ഷനും കോൾബ് റിയാക്ഷനും തമ്മിലെ വ്യത്യാസം? റെയ്മണ്ട് ടൈമർ ആണെങ്കിൽ ഫിനോളിന്റെ കൂടെ NaOH, H+, അതുപോലെ തന്നെ CHCl3. കോൾബ് ആണെങ്കിലോ ഫിനോളിന്റെ കൂടെ NaOH, H+, CO2. ഇവിടെ ഫോം ചെയ്യുന്ന പ്രൊഡക്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ്. അവിടെ ഫോം ചെയ്യുന്നത് സാലിസിൽ ആൽഡിഹൈഡ് ആണെങ്കിൽ ഇവിടെ ഫോം ചെയ്യുന്ന ആളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. തെറ്റിക്കരുതേ, ഇവിടെ OH അതുപോലെ തന്നെ ഉണ്ട് കേട്ടോ. ഇവിടെ ഫോം ചെയ്യുന്ന ആള് സാലിസിലിക് ആസിഡ് ആണ്, COH വരും. സോ ഇയാളെ വിളിക്കുന്ന പേര് സാലിസിലിക് ആസിഡ്. റിയാക്ടന്റ് പേര് പഠിക്കണം, പ്രൊഡക്റ്റിന്റെ പേര് പഠിക്കണം. ഓക്കെ, ക്ലിയർ. നെക്സ്റ്റ് വളരെ പ്രധാനപ്പെട്ട റിയാക്ഷൻ ആണ് വില്യംസൺ സിന്തസിസ് റിയാക്ഷൻ. ഇമ്പോർട്ടൻ്റ് ആണ്. എടാ, ഈതറിനെ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന റിയാക്ഷൻ ആണ് വില്യംസൺ സിന്തസിസ് റിയാക്ഷൻ. CHCl എടുത്തു. ഇയാളെ കൂടെ റിയാക്ട് ചെയ്യുന്ന ആള് കുറിച്ച് വെച്ചോ, നിങ്ങൾ എഴുതി വെച്ചോ. ഒരു എക്സാമ്പിൾ അവിടെ CH3ONA ആൽക്കോക്സൈഡ് എന്ന് വിളിക്കും. എടാ, ഇവിടെ NaCl പുറത്തേക്ക് പോകും, ബാക്കിയുള്ള ആൾക്കാർ അവിടെ ഒരു ബോണ്ടായിട്ട് മാറും. എടാ, റെക്സ് എന്ന് പറയുന്ന ആള് റോണയുമായിട്ട് റിയാക്ട് ചെയ്യുന്നു, അവിടെ റോറിംഗ് ഉണ്ടാവുന്നു. വില്യംസൺ സിന്തസിസ് റിയാക്ഷൻ. വില്യം എന്ന് പറയുന്ന ആൾക്ക് 2 മക്കളുണ്ട്, ഒരാൾ റെക്സ് ആണ്, ഒരാൾ റോണയാണ്. എടാ, വില്യം വീട്ടിലില്ലാത്ത സമയത്ത് റെക്സും റോണയും കൂടി അവിടെ അടികൂടുന്നു. എടാ, അവർ അടികൂടുമ്പോ അവിടെ എന്താ ഉണ്ടാവുക? ബഹളം. അതിന് ഇംഗ്ലീഷാണ് റോറിംഗ്. സോ വില്യംസൺ സിന്തസിസ് റിയാക്ഷൻ നിങ്ങൾ ഓർത്ത് വെക്കണം. എക്സാമിന് ചോദിക്കുന്ന പക്ക ഷുവർ ക്വസ്റ്റ്യൻ ആണ്. ഇതുവരെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറും ഈ റിയാക്ഷൻ ഇല്ലാതെ വന്നിട്ടില്ല. സ്പെല്ലിങ്ങിനെ കുറിച്ചൊന്നും നിങ്ങൾ ആലോചിക്കണം കേട്ടോ. കോൾബിന്റെ സ്പെല്ലിംഗ് തെറ്റിയാ പ്രശ്നമില്ല, റെയ്മണ്ട് ടൈമൺ തെറ്റിയാ പ്രശ്നമില്ല. അതൊക്കെ വെറുതെ പട്ടിഷോ ആണ്. സ്പെല്ലിങ്ങിനെ കുറിച്ച് നിങ്ങൾ ബോധർ ചെയ്യേണ്ട. റിയാക്ഷൻ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. രണ്ടും നിങ്ങൾ കമ്പയർ ചെയ്ത് പഠിച്ചു വെക്കുക. വില്യംസൺ സിന്തസിസ് റിയാക്ഷനും നമ്മളുടെ ആൽക്കഹോൾസ്, ഫിനോൾസ്, അതുപോലെ തന്നെ ഹാലോ ആൽക്കീൻസിലും നമ്മൾ പറഞ്ഞു വെക്കുന്ന റിയാക്ഷനാണ്. ക്ലിയർ. നെക്സ്റ്റ് പ്രധാനപ്പെട്ട റിയാക്ഷനാണ്. എടാ, വീണ്ടും ഇത് തന്നെ റെയ്മണ്ട് ടൈമർ റിയാക്ഷനും അതുപോലെ തന്നെ വില്യംസൺ സിന്തസിസ് റിയാക്ഷനും വളരെ വളരെ പ്രധാനപ്പെട്ട റിയാക്ഷനാണ്. തെറ്റിക്കരുത്, ഓർത്ത് വെക്കണേ. എടാ, ആൽക്കഹോൾസിനെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾ ഓർത്ത് വെക്കേണ്ട മറ്റൊരാളാണ് നമ്മളുടെ ലൂക്കാസ് റിയേജന്റ്. ഓക്കെ, പല പ്രാവശ്യം വന്ന ചോദ്യമാണ്. നാളത്തെ എക്സാമിനേഷനും നിങ്ങളെ കാത്തിരിക്കുന്നത് ലൂക്കാസ് റിയേജന്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ എന്താണ് ലൂക്കാസ് റിയേജന്റ്, അല്ലെങ്കിൽ എന്താണ് ലൂക്കാസ് റിയേജന്റ്? നെയ്മഡ് റിയാക്ഷൻസ് ഒക്കെ നിങ്ങൾ പഠിക്കണം കേട്ടോ. എടാ, ലൂക്കാസ് റിയേജന്റ് എന്ന് പറഞ്ഞാൽ അൺഹൈഡ്രസ് സിങ്ക് ക്ലോറൈഡ് ഇൻ ദി പ്രസൻസ് ഓഫ് കോൺസെൻട്രേറ്റഡ് HCl ആണ് ലൂക്കാസ് റിയേജന്റ്. എന്തിനാണ് നമ്മൾ ഉപയോഗിക്കുക അവരെ? പ്രൈമറി, സെക്കൻഡറി, ടെർഷറി ആൽക്കഹോൾസിനെ തിരിച്ചറിയാൻ വേണ്ടിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ടെസ്റ്റ് ഒന്നും എക്സാമിന് ഇങ്ങനെ ചോദിക്കാറില്ല. സോ ലൂക്കാസ് ടെസ്റ്റ് അല്ലെങ്കിൽ ലൂക്കാസ് റിയേജന്റ് എന്തിനാണ് നമ്മൾ ഉപയോഗിക്കുക? പരീക്ഷയ്ക്ക് ചോദിക്കും. പ്രൈമറി, സെക്കൻഡറി, ടെർഷറി ആൽക്കഹോൾസിനെ ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ അല്ലെങ്കിൽ തിരിച്ചറിയാൻ വേണ്ടി, അവരെ നമുക്ക് തിരിച്ചറിയാൻ. യെസ്. അപ്പോൾ എന്താണ് ലൂക്കാസ് ടെസ്റ്റ്? പ്രൈമറി, സെക്കൻഡറി, ടെർസറി ആൽക്കഹോൾസിനെ തിരിച്ചറിയാൻ വേണ്ടിയാണ്. ഏതാണ് ലൂക്കാസ് റിയേജന്റ്? പരീക്ഷയ്ക്ക് ചോദിക്കും. നിങ്ങൾ കോൺസെപ്റ്റ് മനസ്സിലാക്കി വെക്കണം. ഓക്കെ, ക്ലിയർ. നെക്സ്റ്റ് ഇവിടെ ചില റിയാക്ഷൻസ് അവർ പറയുന്നുണ്ട്. പ്രധാനപ്പെട്ട ഒരുപാട് റിയാക്ഷൻസ് ആണ്. ഒന്ന് മെഥനാള്, അവിടെ പൊട്ടാസ്യം ഫോർമേറ്റുമായിട്ട് കാണിക്കുന്ന റിയാക്ഷൻസ് ആണ്. ഓക്കെ, ആ പ്രൊഡക്റ്റ് നിങ്ങൾ ഓർത്ത് വെക്കണം. എടാ,
അടുത്ത നെയ്മഡ് റിയാക്ഷൻ ആണ്, വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്, റോസ്മുണ്ട് റിഡക്ഷൻ റിയാക്ഷൻ. എടാ നാളത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങളെ കാത്തിരിക്കുന്നത് ഈ റിയാക്ഷൻ ആയിരിക്കും. ഇവിടെ ആപ്ലിക്കേഷൻ ലെവൽ ഒന്നും ചോദിക്കാനില്ല, ഇമ്പോർട്ടന്റ് ആണ്, നിങ്ങൾ പഠിച്ചു വെച്ചോ, ഇമ്പോർട്ടന്റ് ആണ്. നാളത്തെ എക്സാം 2024 നിങ്ങളെ കാത്തിരിക്കുന്നത് ഈ ചോദ്യമാണ്, എന്താണ് റോസ്മുണ്ട് റിഡക്ഷൻ റിയാക്ഷൻ. അങ്ങനെ എഴുതി വെച്ചോട്ടോ. എടാ ഇവിടെ ഏതോ അസൈൽ ക്ലോറൈഡ് ഹൈഡ്രജനുമായിട്ട് റിയാക്ട് ചെയ്യുന്നു, ഇൻ ദി പ്രസൻസ് ഓഫ് പലേഡിയം ആൻഡ് ബേരിയം സൾഫേറ്റ് ആൽഡിഹൈഡ് ഫോം ചെയ്യുന്നു. ആൽഡിഹൈഡ് പ്രിപ്പയർ ചെയ്യുന്ന റിയാക്ഷൻ ആണ് റോസ്മുണ്ട് റിഡക്ഷൻ റിയാക്ഷൻ. ഓക്കെ, സോ അടുത്ത റിയാക്ഷൻ HVZ റിയാക്ഷൻ ആണ്. നെയ്മഡ് റിയാക്ഷൻ ഒക്കെ ഇമ്പോർട്ടന്റ് ആണ്. എടാ HVZ റിയാക്ഷൻ നിങ്ങൾ പഠിച്ചു വെക്കണം. ഇവിടെ ആപ്ലിക്കേഷൻ ലെവലൊന്നും ചോദിക്കാനില്ല, എക്സാമ്പിൾ സഹിതം നിങ്ങൾ എഴുതി വെക്കേണ്ടതാണ്. അതും MS സൊല്യൂഷൻ പ്രഡിക്റ്റ് ചെയ്യുന്ന ഒരു റിയാക്ഷൻ ആണ്. ഓക്കെ, സോ കൃത്യമായിട്ട് നിങ്ങൾ എഴുതി വെക്കണം. നെക്സ്റ്റ് ഗെറ്റർമാൻ കോച്ച് റിയാക്ഷൻ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്, നിങ്ങൾ ഓർത്തു വെക്കണം. എക്സാം ഹാളിൽ നിങ്ങളെ കാത്തിരിക്കുന്നതിൽ ഈ ചോദ്യം ഉണ്ടായിരിക്കും. ക്ലമൻസൺ റിഡക്ഷൻ റിയാക്ഷൻ വളരെ വളരെ പ്രധാനപ്പെട്ട റിയാക്ഷൻ ആണ്, നെയ്മഡ് റിയാക്ഷൻ ആണ്. നാളത്തെ എക്സാം ഹാളിൽ എക്സാം 2024 നിങ്ങളെ കാത്തിരിക്കുന്നത് ഈ നെയ്മഡ് റിയാക്ഷൻസ് ആണ്. എടാ നെയ്മഡ് റിയാക്ഷൻസ് എല്ലാം ഇമ്പോർട്ടന്റ് ആണ്. ഞാൻ പറയുന്ന ഓരോ റിയാക്ഷനും നിങ്ങൾ പഠിച്ച് മാത്രം നിങ്ങൾ ക്ലാസ്സിലേക്ക് പോകണം. ഓക്കെ, ക്ലിയർ. നെക്സ്റ്റ് ഇവിടെ എന്താണ് എറ്റാഡ് റിയാക്ഷൻ എന്ന് ചോദിക്കുന്നുണ്ട്. എടാ നമ്മൾ ബെൻസാൽഡിഹൈഡ് പ്രിപ്പയർ ചെയ്യുന്ന റിയാക്ഷൻ ആണ്. ഇവിടെ എടുക്കുന്ന ആൾ ടൊളുവിന. ഇവിടെ നിങ്ങൾക്ക് പലർക്കും സംശയം ഉണ്ടാവും ഈ ബൈ പ്രൊഡക്റ്റ് ഒക്കെ എഴുതണോ എന്നുള്ളത്. ഒറ്റ സ്റ്റെപ്പിൽ നമുക്ക് ആൻസറിലേക്ക് വരാം. എടാ ഒരു ബെൻസീൻ റിംഗ് നിങ്ങൾ വരയ്ക്കാം. ഇവിടെ CH3 ടൊളുവീൻ ആണ്. ആ ടൊളുവീൻ്റെ കൂടെ CrO2Cl2 ക്രോമിൽ ക്ലോറൈഡ് ഇൻ ദ പ്രസൻസ് ഓഫ് കാർബൺ ഡൈസൾഫൈഡ് അവിടെ ഫോം ചെയ്യുന്ന ആള് ബെൻസാൽഡിഹൈഡ്. ഒറ്റ സ്റ്റെപ്പിൽ എഴുതാട്ടോ, ബെൻസാൽഡിഹൈഡ് അവിടെ ഫോം ചെയ്യും. എവിടെയാണോ ബോണ്ട് അവിടെ നിങ്ങൾ കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ നമ്മളുടെ ടൊളുവീൻ്റെ കൂടെ ക്രോമൈൽ ക്ലോറൈഡ് റിയാക്ട് ചെയ്യുമ്പോൾ ബെൻസാൽഡിഹൈഡ് ഫോം ചെയ്യുന്നു. ആ റിയാക്ഷനെ പറയുന്ന പേരാണ് എറ്റാഡ് റിയാക്ഷൻ. എടാ നിങ്ങൾ ഈ റിയാക്ഷൻ പഠിച്ചാൽ മതി, അതിന്റെ കഥ നിങ്ങൾ പഠിക്കണ്ട, സെന്റൻസ് ആക്കി എഴുതണ്ട, ഇന്റർമീഡിയറ്റ് പ്രോഡക്റ്റ് നിങ്ങൾ എഴുതണ്ട, ഈ റിയാക്ഷൻ എഴുതി വെച്ചാൽ മതി. ടൊളുവീൻ്റെ കൂടെ ക്രോമൈൽ ക്ലോറൈഡ് റിയാക്ട് ചെയ്യുന്നു, അവിടെ ബെൻസാൽഡിഹൈഡ് ഫോം ചെയ്യുന്നു. സോ എറ്റാഡ് റിയാക്ഷൻ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്, നാളെ നിങ്ങളെ കാത്തിരിക്കുന്ന ഒരു ചോദ്യമാണ്. ക്ലിയർ? നെക്സ്റ്റ് എക്സ്പ്ലെയിൻ ദി ഫോളോയിങ്. എസ്റ്റെരിഫിക്കേഷൻ റിയാക്ഷൻ നെയ്മഡ് റിയാക്ഷൻ ആണ്. ടോളറൻസ് ടെസ്റ്റ്, HVZ റിയാക്ഷൻ, അതുപോലെ തന്നെ ഡീകാർബോക്സിലേഷൻ റിയാക്ഷൻസ്, നെയ്മഡ് റിയാക്ഷൻസ് എല്ലാം നമ്മൾ പറയുന്നുണ്ട്. എടാ MS സൊല്യൂഷൻ പ്രൊഡിക്റ്റ് ചെയ്യുന്നു. നാളത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾ നാളെ രാവിലെ പോകുന്ന സമയത്ത് +2 എക്സാമിന് നിങ്ങളെ കാത്തിരിക്കുന്ന എക്സാം 2024 2 ചോദ്യങ്ങൾ ഞാൻ പ്രൊഡിക്റ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. നിങ്ങളെ കാത്തിരിക്കുന്ന ചോദ്യങ്ങൾ നമുക്ക് നോക്കാം. ഇവിടെ ഞാൻ എടുക്കുന്നത് ഓഡ് നമ്പർ പ്രൊഡിക്ഷൻ ആണ്. സോ ഒന്നാമത്തെയും മൂന്നാമത്തെയും റിയാക്ഷൻ ആണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. എസ്റ്റെരിഫിക്കേഷൻ റിയാക്ഷനും അതുപോലെ തന്നെ HVZ റിയാക്ഷനും. ഓഡ് നമ്പർ പ്രൊഡിക്ഷൻ തെറ്റില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. പഠിച്ച് നിങ്ങൾ പോകണം. ഞാൻ പ്രൊഡിക്റ്റ് ചെയ്യുന്നു 100% എന്നെ നിങ്ങൾ ട്രസ്റ്റ് ചെയ്യണം. എസ്റ്റെരിഫിക്കേഷൻ റിയാക്ഷനും അതുപോലെ തന്നെ HVZ റിയാക്ഷനും. എടാ എസ്റ്റെരിഫിക്കേഷൻ റിയാക്ഷൻസ് വളരെ എളുപ്പമാണ് കേട്ടോ. ഞാൻ പറയാം, ഒരു ആസിഡ് RCOH അതിൻ്റെ കൂടെ ഏതെങ്കിലും ഒരു ആൽക്കഹോൾ റിയാക്ട് ചെയ്യുന്ന സമയത്ത് എടാ ഇവിടുന്ന് OHും ഇവിടുന്ന് Hും അങ്ങ് നഷ്ടപ്പെട്ടു പോകുന്നു, അല്ലെങ്കിൽ വാട്ടർ അവിടെ റിലീസായി പോകുന്നു. RCOR അവിടെ ഫോം ചെയ്യുന്നു, RCOR ഫോം ചെയ്യുന്നു. ഇതാണ് എസ്റ്റെരിഫിക്കേഷൻ റിയാക്ഷൻസ്. നിങ്ങൾ പഠിക്കേണ്ടത് ഈ സ്റ്റെപ്പാണ്. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എസ്റ്റെരിഫിക്കേഷൻ പരീക്ഷയ്ക്ക് ചോദിക്കും. എക്സാമ്പിൾ കാണിക്കാം. CH3COH അസറ്റിക് ആസിഡ് ആണ്. അവിടെ റിയാക്ട് ചെയ്യുന്നത്, അതിൻ്റെ കൂടെ അവർ റിയാക്ട് ചെയ്യുന്നത് CH3OH ആണ്. എടാ ഇവിടുന്ന് OHും ഇവിടുന്ന് ഹൈഡ്രജനും പോയി, വാട്ടർ അവിടെ റിമൂവ് ആയി പോയി. അവിടെ ഫോം ചെയ്യുന്ന പ്രോഡക്റ്റ് CH3COCH3 ആണ് അവിടെ ഫോം ചെയ്യുന്നത്. എസ്റ്റെരിഫിക്കേഷൻ റിയാക്ഷൻസ് ആണ്. HVZ റിയാക്ഷൻ ഞാൻ ഒരിക്കൽ ഡിസ്കസ് ചെയ്ത കാര്യമാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ പഠിച്ചു വെച്ചോ, കുറിച്ച് വെച്ചോ. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് റിയാക്ഷൻസ് ആണ്. ക്ലിയർ? നെക്സ്റ്റ് എന്താണ് ആൾഡോൾ കണ്ടൻസേഷൻ? ആൾഡോൾ കണ്ടൻസേഷൻ കാനിസാറോ റിയാക്ഷൻ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. MS സൊല്യൂഷൻ പ്രൊഡിക്റ്റ് ചെയ്യുന്നു. നാളെ നിങ്ങളെ കാത്തിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്താണ്? ആൾഡോൾ കണ്ടൻസേഷൻ ആണ്. കൃത്യമായിട്ട് അതിന്റെ കോൺസെപ്റ്റ് എല്ലാം ഇവിടെ പറഞ്ഞു വെക്കുന്നുണ്ട്. റിയാക്ഷൻ നമ്മൾ പറയുന്നുണ്ട്, അത് നിങ്ങൾ പഠിച്ചു വെച്ചോ. റിയാക്ഷൻ ആണ് നിങ്ങൾ ഇവിടെ പഠിച്ചു വെക്കേണ്ടത്. റിയാക്ഷൻ ആണ് പഠിച്ചു വെക്കേണ്ടത്. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആൾഡോൾ കണ്ടൻസേഷൻ. ഓക്കെ, സോ ഇത്രയും കോൺസെപ്റ്റുകളാണ് നിങ്ങൾ ഓർഗാനിക്കിൽ നിങ്ങൾ പഠിച്ചു പോകേണ്ടത്. എല്ലാവരും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. വൺസ് അഗൈൻ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് ആൻഡ് താങ്ക് യു.